വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ മുൻ സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയിൽ രൂക്ഷ വിമർശനം. പദ്ധതി ചെലവിലെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചെന്നും പ്രതീക്ഷിത വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ സർക്കാർ വാർഷിക പദ്ധതി തയ്യാറാക്കിയതെന്നും കുറ്റപ്പെടുത്തലുണ്ട്. കിഫ്ബി പൊളിച്ചുപണിയാനും ബജറ്റിൽ തീരുമാനമുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പറയുന്ന ബജറ്റിലെ ആദ്യ ഭാഗത്ത് തന്നെ മുൻ സർക്കാരിനെ വിമർശിച്ചാണ് തുടങ്ങിയത്. ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ തെറ്റായ കണക്കുകളാണ് മുൻ സർക്കാർ അവതരിപ്പിച്ചത്. ഈ സർക്കാർ ബജറ്റ് തയ്യാറാക്കുമ്പോൾ പ്രതീക്ഷിത വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവുണ്ടായി. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപയാണ്. ജീവനക്കാരുടെ ശമ്പള പെൻഷൻ പരിഷ്കരണവും ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കലും നടപ്പാക്കിയാൽ ഇതിലും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുമെന്നും ബജറ്റ്. സംസ്ഥാന ജീവനക്കാരുടെ DA, പെൻഷൻകാരുടെ DR എന്നിവ മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിന്റെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളും. ജീവനക്കാരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ മെഡിസെപ് സമഗ്രമായി പരിഷ്കരിക്കും. മുൻ സർക്കാർ പ്രഖ്യാപിച്ച അശ്വേഡ് പെൻഷൻ പദ്ധതിയിൽ അവ്യക്തത നിലനിൽക്കുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച വിലയിരുത്തൽ നടത്തിയതിനു ശേഷം നിലവിലുള്ള NPS പെൻഷൻ സംവിധാനം പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് വിവിധ മേഖലകളിൽ വൻകിട നിക്ഷേപം ആകർഷിച്ച് ഖജനാവിൽ പണം സമാഹരിക്കണമെന്നും ബജറ്റിൽ പറയുന്നു. മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കും. ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കും. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. KN ബാലഗോപാലിന്റെ 37,750 കോടിയിൽ നിന്ന് പദ്ധതി അടങ്കൽ തുക 30,000 കോടിയാക്കി. കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച 20,500 കോടി കിട്ടില്ലെന്ന് വ്യക്തമായതോടെയാണിത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.